നമ്മുടെ പുതിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടതുപക്ഷ സഹയാത്രികൻ ആവാൻ ശ്രമിക്കുകയാണോ? അതല്ല, കൃത്യമായി പറഞ്ഞാൽ CPIM-ന്റെ തന്നെ സഹയാത്രികനാവാൻ ശ്രമിക്കുകയാണോ? സഹയാത്രികനായി പിന്നെ അനുഭാവി ഗ്രൂപ്പിൽ ചേർന്ന് പിന്നെ കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ് കൊടുത്ത് അതിനുശേഷം പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വരാം. അങ്ങനെയൊക്കെയാണ് CPIM-ന്റെ രീതി. പലരും അങ്ങനെ വരാറുണ്ട്. ഞാൻ ജയിച്ചത് BJP-യുടെ മാത്രം വോട്ട് കൊണ്ടല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് കഴിഞ്ഞ ഒരാളാണ് സുരേഷ് ഗോപി. മറ്റ് വിഭാഗത്തിലുള്ള എല്ലാ വിഭാഗത്തിൻ്റെയും ജനങ്ങളുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെയുള്ള സുരേഷ് ഗോപിയെ എന്തുകൊണ്ട് അദ്ദേഹം CPIM സഹയാത്രികനാകാൻ ശ്രമിക്കുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു പോയാൽ അതിൽ വലിയ തെറ്റൊന്നും പറയാനില്ല. ആ തരത്തിൽ മാധ്യമ ചർച്ചകളൊക്കെ വരേണ്ട സമയം കഴിഞ്ഞു. മറ്റേതെങ്കിലും ഒരു പാർട്ടിയുടെ മന്ത്രി, CPIM-ന്റെ ഒരാൾ വിജയിച്ചു കഴിഞ്ഞിട്ട് മറ്റൊരു പാർട്ടിയുടെ തട്ടകത്തിൽ അവരുടെ ആളുകളെ, അവരുടെ പ്രായം ചെന്ന ആരെങ്കിലും ഒക്കെ പോയി കാണുകയോ അവരുടെ കുടുംബാംഗങ്ങളെ കാണുകയോ ഒക്കെ ചെയ്തിരുന്നുവെങ്കിൽ ചാനലുകളിൽ നമുക്കറിയാം വലിയ ചർച്ചകൾ നടന്നേനെ. അന്തിച്ചർച്ചകൾ മിക്കവാറും എല്ലാ ചാനലിലും നടന്നേനെ. എന്തുകൊണ്ടാണ് CPIM-ലേക്ക് സുരേഷ് ഗോപി വരുമോ എന്നൊരു ചർച്ച ഇവർ നടത്താത്തത് എന്ന് ഇന്നലെ മുതൽ ഞാൻ ആലോചിക്കുകയാണ്. സ്വാഭാവികമായും നമുക്ക് ചിന്തിക്കാം, എന്തുകൊണ്ടാണ് അദ്ദേഹം സഖാവ് നായനാരുടെ ഭാര്യയെ പോയി കാണുകയും അവിടുന്ന് ഉച്ചയൂണ് കഴിച്ച് ഇറങ്ങുകയും ചെയ്തത്? മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയും ഉണ്ടായിരുന്നു. ശാരദ ടീച്ചർ സുരേഷ് ഗോപിയെ പ്രശംസിച്ച് പറയുകയും ചെയ്തു. നല്ല മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം സഖാവ് VK നായനാരെ ആരാധിക്കുന്ന ഒരാളാണ്. അതുപോലെ VS അച്യുതാനന്ദനെയും ഒക്കെ അദ്ദേഹം അങ്ങനെ ആരാധിക്കുന്ന ഒരാളാണ്. ഇനി VS-ന്റെ വീട്ടിലേക്ക് പോകുമോ എന്നറിയില്ല. ഏതായാലും BJP-യുടെ പ്രമുഖരെയോ അല്ലെങ്കിൽ അത്തരം ആളുകളെയോ ഉന്നതന്മാരെയോ ഒന്നും കാണാൻ നിൽക്കാതെ അദ്ദേഹം നേരെ പോയത് ശാരദ ടീച്ചറുടെ അടുത്താണ്. ഇതിൻ്റെ പിന്നിൽ ഒരു നല്ല മനസ്സാണോ അതോ ദുഷ്ടലാക്കാണോ എന്നും വേണമെങ്കിൽ ചിന്തിക്കാം. കേരളത്തിലെ ഇടതുപക്ഷ വോട്ടർമാരുടെ, ഇടതുപക്ഷത്തെ നെഞ്ചിലേറ്റിയ മനസ്സിൽ കൊണ്ടു നടക്കുന്ന അവരുടെ ഹൃദയങ്ങളിൽ ചെന്ന് തൊടാനുള്ള ഒരു പാഴ്ശ്രമമാണോ സുരേഷ് ഗോപിയുടേത്? അങ്ങനെ ആലോചിക്കേണ്ടി വരും. ഇടതുപക്ഷ വോട്ട് ബാങ്കിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ ഇങ്ങനെയൊക്കെ സുരേഷ് ഗോപിയെ പോലെ ഒരാളെ ഇറക്കി കളിക്കാൻ BJP ചിലപ്പോൾ ശ്രമിച്ചു എന്നും വരും. ഇത് മനസ്സിലാക്കേണ്ടത് നമ്മുടെ CPIM-ന്റെ നേതാക്കന്മാരും ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരും പ്രവർത്തകരും ഒക്കെയാണ്. അവരത് മനസ്സിലാക്കുന്നുണ്ടാവും. ചിലപ്പോൾ അവരാരും അത് അത്തരത്തിൽ പ്രതികരിക്കാത്തതുമാവും. എന്തായാലും ചിന്തിക്കുന്ന ഇടതുപക്ഷക്കാർ ഈ കാര്യത്തെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്ന് ആലോചിക്കേണ്ടതുണ്ട്. തീർച്ചയായും സുരേഷ് ഗോപി CPIM-ലേക്ക് എന്നൊരു ചർച്ച ഇവർ നടത്താതെ പോയത് എന്തുകൊണ്ട് എന്ന് ആലോചിച്ചു പോവുകയാണ്. ആ ഒരു ചോദ്യം മാത്രം ഉയർത്തിക്കൊണ്ട് ഇത് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.